ഹായ് സ്റ്റുഡൻസ്, ഫിസിക്സിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേ ഓപ്റ്റിക്സ് എന്ന പാഠത്തിലെ റിഫ്രാക്ഷൻ എന്ന ഭാഗമാണ് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, ഒരു പ്രിസത്തിൽ കൂടെയുള്ള റിഫ്രാക്ഷനാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ലെറ്റ് എ ബി സി റെപ്രസെൻറ്റ് എ പ്രിസം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n. AB and AC are the refracting surfaces. BC is the base of the prism and capital A is the angle of the prism. ഫിഗർ ശ്രദ്ധിക്കുക. ABC എന്നൊരു ട്രയാങ്കുലർ പ്രിസം ഉണ്ട്. AB, AC എന്നിവയാണ് റിഫ്രാക്റ്റിംഗ് സർഫസ്. അതിൽ കൂടെയാണ് പ്രകാശം കടന്നു വരുന്നതും പുറത്തേക്ക് പോകുന്നതും. BC എന്ന് പറയുന്നത് ആ പ്രിസത്തിൻ്റെ ബേസ് ആണ്. ക്യാപിറ്റൽ A എന്നുള്ളതാണ് ആംഗിൾ ഓഫ് ദ പ്രിസം. PQ is a ray incident at an angle I1 on the face AB. QR is the refracted ray which makes angles R1 and R2 inside the prism. ഫിഗറിൽ നോക്കുക, I1 എന്ന് പറഞ്ഞ ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. R1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസിലുണ്ടാവുന്ന റിഫ്രാക്റ്റിംഗ് ആംഗിളാണ്. R2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫേസിലുണ്ടാകുന്ന ഇൻസിഡൻ്റ് ആണ്. നമ്മൾ ഇൻസൈഡ് ദ പ്രിസം ആയതുകൊണ്ട് റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് കാണിക്കുന്നു. RS എന്ന് പറഞ്ഞ എമർജൻറ്റ് റേയും നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അവിടെ I2 എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കാനായിട്ട് പഠിക്കണം. ഫിഗർ വരച്ചാലാണ്, കൃത്യമായിട്ട് ഫിഗർ വരച്ചാലാണ് നമുക്ക് ഈ ഒരു ഡെറിവേഷൻ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഫിഗർ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ നമ്മൾ രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസിലും വരച്ച നോർമലുകൾ തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്ന പോയിൻ്റാണ് N. അതുപോലെ തന്നെ PQ എന്ന് പറഞ്ഞ ഇൻസിഡൻറ്റ് റേനെ നമ്മൾ ഫോർവേഡ് ചെയ്തിരിക്കുന്ന ഡോട്ടഡ് ലൈനാണ്. അത് RS എന്ന് പറഞ്ഞ എമർജൻറ്റ് റേനെ നമ്മൾ ബാക്ക്വേഡ് ചെയ്ത് രണ്ട് ഡോട്ടഡ് ലൈൻസും കൂടി കോയിൻസൈഡ് ചെയ്യുന്ന പോയിൻ്റാണ് ക്യാപിറ്റൽ M. അവർക്കിടയിൽ അവരൊരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്മോൾ d. അതും ശ്രദ്ധിക്കുക, ആംഗിൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഡെറിവേഷനിലേക്ക് കിടക്കാം. ലെറ്റ് D is the angle of deviation of the emergent ray. Consider the quadrilateral AQNR. This quadrilateral, angle A plus angle N equal to 180 degree. ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ എയും എന്നും. അപ്പോൾ ആംഗിൾ A plus angle N is equal to 180 degree. ഇനി ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. Consider triangle QNR. In triangle QNR, angle R1 plus angle R2 plus angle N is equal to 180 degree. മൂന്ന് ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ്. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. കമ്പയറിങ് 1 and 2, ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിന്ന് കിട്ടും ആംഗിൾ A is equal to R1 plus R2. A എന്ന് പറഞ്ഞ ആംഗിൾ R1 plus R2നോട് ഈക്വൽ ആണ്. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി കൺസിഡർ ദ ട്രയാങ്കിൾ QMR. ഈ ട്രയാങ്കിളിലെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ D. എക്സ്റ്റീരിയർ ആംഗിൾ മസ്റ്റ് ബി ഈക്വൽ ടു ദ സം ഓഫ് ടു ഇൻറ്റീരിയർ ആംഗിൾസ്. Therefore small d is equal to angle MQR plus angle MRQ. ഇനി ആംഗിൾ MQR എങ്ങനെ കിട്ടും? ആംഗിൾ MQR is equal to I1 minus R1. അതുപോലെ ആംഗിൾ MRQ is equal to I2 minus R2. Therefore angle of deviation small d is equal to angle MQR plus angle MRQ, which is equal to I1 minus R1 plus I2 minus R2. നമുക്ക് ഐൻ്റെ ടേംസൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാം, ആറിൻ്റെ ടേംസൊക്കെ ഒരുമിച്ച് വയ്ക്കാം. Therefore small d is equal to I1 plus I2 minus R1 plus R2. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷനിൽ കണ്ടിട്ടുണ്ട് R1 plus R2 ഈക്വൽ ടു A എന്ന്, അല്ലേ? അപ്പോൾ നമ്മളിവിടെ സ്മോൾ ഡിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. Therefore small d is equal to I1 plus I2 minus capital A. This is the angle of deviation. ഇനി ആസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസസ്, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിക്രീസസ്. ഇറ്റ് റീച്ചസ് എ മിനിമം വാല്യൂ ആൻഡ് ദെൻ ഇൻക്രീസസ്. നമ്മൾ ഫസ്റ്റ് ഫേസിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുന്നതനുസരിച്ച് ഡീവിയേഷൻ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞു കുറഞ്ഞു വരും. ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ മിനിമം വാല്യൂവിലെത്തും. അത് കഴിഞ്ഞ് അവിടുന്ന് ഇൻക്രീസ് ചെയ്യും. ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ഡീവിയേഷൻ ഇസ് കോൾഡ് ദ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ.
ഇങ്ങനെ അറ്റൈൻ ചെയ്യുന്ന ഏറ്റവും മിനിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. അതിന് ക്യാപിറ്റൽ ഡി എന്നാണ് സൂചിപ്പിക്കുക. അറ്റ് ദ മിനിമം ഡീവിയേഷൻ പൊസിഷൻ, ഈ മിനിമം ഡീവിയേഷൻ പൊസിഷനിൽ എത്തുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അറ്റ് മിനിമം ഡീവിയേഷൻ പൊസിഷൻ I1 equal to I2 equal to I and R1 equal to R2 equal to R and small d equal to capital D. രണ്ട് ഇൻസിഡൻറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും, രണ്ട് റിഫ്രാക്റ്റിംഗ് ആംഗിളും ഈക്വൽ ആയിരിക്കും. ദ റേ പാസസ് ത്രൂ ദ പ്രിസം ഹൊറിസോണ്ടൽ ടു ദ ബേസ്, അതും ശ്രദ്ധിക്കുക. ഇൻസൈഡ് ദ പ്രിസം റിഫ്രാക്റ്റഡ് റേ വിൽ ബി പാരലൽ ടു ദ ബേസ് ഓഫ് ദ പ്രിസം അറ്റ് മിനിമം ഡീവിയേഷൻ പൊസിഷൻ. മിനിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ആ ആംഗിളിൽ എത്തുമ്പോഴാണ് ഇങ്ങനെ കണ്ടീഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എഴുതുകയാണ് അറ്റ് മിനിമം ഡീവിയേഷൻ ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 എന്നുള്ളത് R പ്ലസ് R വിച്ച് ഇസ് ഈക്വൽ ടു 2R ഓർ സ്മോൾ r ഇസ് ഈക്വൽ ടു A/2. ഇനി സ്മോൾ ഡിക്ക് പകരം ക്യാപിറ്റൽ ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 മൈനസ് എ എന്നുള്ള ഇക്വേഷനിൽ I1ഉം I2ഉം ഈക്വൽ ആണ്. ദെർഫോർ I പ്ലസ് I മൈനസ് എ, ദെർഫോർ ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു 2I മൈനസ് ക്യാപിറ്റൽ എ ഓർ I ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി ബൈ 2. അപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I കിട്ടി, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R കിട്ടി. നമുക്ക് സ്നെൽസ് ലോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. We have refractive index n is equal to sin I by sin R, which is equal to sin I in the value a plus d by 2 all divided by sin R in the value a by 2. Thus n is the refractive index of the material of the prism. Thus refractive index n is equal to sin a plus d by 2 all divided by sin a by 2, where capital A is the angle of the prism and capital D is the angle of minimum deviation. I എന്ന് പറഞ്ഞ ഇൻസിഡൻറ്റ് ആംഗിളും ഡി എന്ന് പറഞ്ഞ ഡീവിയേഷൻ ആംഗിളും തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതിനെ ID കർവ് എന്നാണ് വിളിക്കുക. സോ ആ ID കർവ് ശ്രദ്ധിക്കുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യണു, അത് കഴിയുമ്പോൾ പിന്നെയും ഇൻക്രീസ് ചെയ്ത് പോകുന്നു. ഇതിനെ ID കർവ് എന്നാണ് വിളിക്കുക. ID കർവ് എന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കാനും ഈ ഡെറിവേഷനും എല്ലാവരും എഴുതി പഠിക്കുക.